റെസ്റ്റോറൻറ്റിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നല്ല മഴക്കാരുണ്ട് വെച്ച് ബിരിയാണി ഉണ്ടാക്കിത്തരാറുണ്ട്. എനിക്ക് ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയാണ് ഉമ്മച്ചി ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് പോകാം. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യത്തിന് സവാള ചെറുതാക്കി അരിഞ്ഞ് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കുക. അതൊരു ഗോൾഡ് ബ്രൗൺ കളറിലാവുമ്പം അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പം ഇത് ഫ്രൈ ചെയ്ത എണ്ണ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കുക. അപ്പം ആ പാനിൽ തന്നെ നമ്മൾ കായം കൂട്ടി വെച്ച ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അത് ഫ്രൈ ആയതിനു ശേഷം അതിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പേസ്റ്റ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പം ഈ ഇട്ട് കൊടുത്ത തക്കാളി ഒന്ന് വഴന്ന് വരുന്ന വരെ അടച്ചു വെച്ചൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ തക്കാളി വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മുളക് പൊടിയും അതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി എന്നിവയും പിന്നെ ബിരിയാണി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സവാള പൊരിച്ച് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പും പുതിനയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കുക. അത് പിന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നാരങ്ങ നീര് കുരുല്ലാതെ നാരങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളെ മസാല റെഡിയായി. അപ്പം ചോറ് വെക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് അരി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഊറ്റിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മളെ ബിരിയാണി മസാലയിലേക്ക് ചോറിട്ട് കൊടുക്കുക. അതിന് ശേഷം ഉള്ളി ഫ്രൈ ചെയ്തത് ചപ്പ് മസാല ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ ചോറ് അങ്ങനെ ലെയറായിട്ട് വെക്കുക. അപ്പം പിന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്തതിന് ബാക്കിയുള്ള ഓയിൽ നമ്മൾ ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പം നെയ്യ് ചേർത്തതിന് ശേഷം ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ദം ചെയ്യാൻ വെക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കനമുള്ള സാധനം വെക്കാം. അങ്ങനെ ഫ്രണ്ട്സ് നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഇതാണ് നമ്മളുടെ അടിപൊളി മസാല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ് മസാലയൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ചപ്പം ഞാൻ വിചാരിച്ചു പാടത്തേക്കൊക്കെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു. അപ്പം 2 കുളമുണ്ട് ഞങ്ങളെ പാടത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് നിറഞ്ഞിക്കണമൊക്കെ നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഒറ്റക്കൊന്നല്ല കേട്ടോ പോകുന്നത്. എൻ്റെ ഉമ്മയും എൻ്റെ അനിയത്തിയും എല്ലാവരും ഉണ്ട്. എനിക്ക് ഒറ്റക്ക് പോകാൻ ചെറിയൊരു പേടി ഉണ്ടായപ്പം ഞാൻ ഓലയൊക്കെ ഒപ്പം കൂട്ടി. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളെ പാടത്ത് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളുണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കുളം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ പാടത്ത് 2 കുളമുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട കുളം. ഇനി നമുക്ക് അടുത്ത കുളത്തേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ രസിച്ച് പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മറ്റേ രണ്ടാമത്തെ കുളം പറഞ്ഞാൽ നിറച്ച് പായലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഐഫ ഭയങ്കര രസമാട്ടോ, വളർത്ത് ബുക്കൊക്കെ ഉണ്ടായിരുന്നു, പഠിപ്പിയായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ മീങ്ങളെ അക്കൂറത്തേക്ക് ഇടാനുള്ള ഇതാണ് പായലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ റെസിപ്പി ട്രൈ ചെയ്യാം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.